നമ്മളിങ്ങനെ ജയിച്ചിട്ട് തൊള്ളയിൽ മണ്ണെണ്ണി പറഞ്ഞാൽ ഇങ്ങനെ ഊതാ. അയാളൊക്കെ നമ്മളെ ബാക്കിൽ നമ്മളിങ്ങനെ തൊള്ള തോന്നി ഇങ്ങനെ വിളിക്കുക. പക്ഷെ അയാളെ പിന്നെ പൊരുത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം എലക്ഷൻ ഒന്നും നാളെ കഴിയും. ആ ആള് മരിച്ചില്ലല്ലോ. ആള് മരിച്ചിന്. ആളെ കബറും പുറത്ത് പോവാം. പക്ഷെ ഞാൻ പോയിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞിന്, ഞാൻ ഇങ്ങനെ ഇങ്ങനെ നമ്മളിതൊക്കെ തെരഞ്ഞു വന്ന് മൂപ്പര് കേട്ടണോ ഇല്ല അറിയാം. മൂപ്പര് അത്രയും അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്തിനാ അതിന്റെ ആവശ്യം? അയാത്തുള്ള ടൈമിൽ ഒരു മനുഷ്യനെ വെറുപ്പിക്കാന്നാ പോരെ. അല്ലോ അത് മതി. അയാൾക്ക് വേണ്ടി ദുആ ചെയ്യേ പിന്നീടുള്ളത് കബറുംപുറത്ത് പോകാൻ കബറുംപുറത്ത് പോയി ദുആ ചെയ്യാം. പറയാഞ്ഞാ മതി. എലക്ഷൻ ഒന്നും നാളെ കഴിയും. പക്ഷെ നമ്മൾ ഇത് നല്ല ശ്രദ്ധിക്കണം. ഏത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാർട്ടിക്കാർ നമ്മള് വ്യക്തികളെ തൊള്ളേ തോന്നിയ പറയല് അത് വേണ്ട. നമ്മളിത് എലക്ഷൻ നാളെ കഴിഞ്ഞിക്കാണ് മറ്റന്നാൾ പോലെ മുഖത്തേക്ക് ചിരിക്കാനുള്ള അതൊരു മനസ്സിന്ന് പോകൂല. മനുഷ്യന്മാരെ മനസ്സെന്ന് പറഞ്ഞ പാമ്പിന്റെ മാതിരിയാ, പകണ്ടാവും എപ്പോഴും. അത് ഒരു പുറത്തേക്ക് ചിരിച്ചാൽ ഉള്ളിന്ന് പോകൂല. ഏറ്റവും വലിയ മാരക ആയുധമാണ് നാവ്. ആ നാവ് നമ്മൾ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ പേടിക്കുന്നത്. ഞാൻ ഒരു ഇതിനുണ്ടാവില്ല. നമ്മൾ ബോട്ട് ചെയ്യും. ഞാൻ ചെയ്യുന്ന ബോട്ട് എല്ലാവരും വന്ന് കാണിക്കുന്നു. ചായയും വെള്ളം കൊടുക്കും. പെര വന്നാല് വെള്ളം കുടിച്ചിട്ട് പോവാറ്. ആയിക്കോട്ടെ, കുത്താണ്ട് തന്നെ കുത്തും. പക്ഷെ ഞാൻ ചെയ്യുന്ന ബോട്ട് ആരോടും പറയില്ല. ഞാൻ ഒരു പാർട്ടിക്ക് ചെയ്യും.